الحمد لله رب العالمين. اللهم صل وسلم على نبينا محمد وآله وصحبه أجمعين. ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ റഷീദ് സാറ് തുടങ്ങി വെച്ചത് സൂറത്തുൽ നാസാണ്. നാസ് എന്ന വാക്കിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടാകും. മനുഷ്യർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമുക്കറിയുന്നത് പോലെ ഖുർആനിലെ ഏതാണ്ട് എല്ലാ സൂറത്തുകളും ആ സൂറത്തിലെ തന്നെ ഒരു വാക്ക് കൊണ്ടായിരിക്കും അറിയപ്പെടുക, പേര് വെച്ചിട്ടുണ്ടാവുക. ഇവിടെ എത്ര തവണയാണ് സൂറത്തുൻ നാസ് എന്ന സൂറത്തിൽ നാസ് എന്ന വാക്ക് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട് എൻ്റെ കുട്ടികളോട് കേട്ടോ. അപ്പോൾ പലരും എണ്ണീട്ട് പറയാറുള്ളത് റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. 6 പ്രാവശ്യം എന്നാണ്. 6 പ്രാവശ്യം ഇല്ല, 5 പ്രാവശ്യമാണ് ഈ സൂറത്തിൽ നാസ് എന്ന വാക്ക് വന്നിട്ടുള്ളത്. 4-ാമത്തെ ആയത്തിൽ ഖന്നാസ് എന്ന വാക്കാണ്. അത് നാസല്ല, ഖന്നാസ് ഒറ്റ വാക്കാണ്. അള്ളാഹു ഈ 2 സൂറത്തുകൾ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് സൂറത്തുൽ ഫലഖ് തൊട്ട് മുൻപ്, അഥവാ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച സൂറത്തുൽ ഫലഖ്, കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയ സൂറത്തുൻ നാസ്, ഈ 2 സൂറത്തുകൾക്ക് കൂടി ഒന്നിച്ചൊരു പേരുണ്ട്. അങ്ങനെയുള്ള പേരുകൾ കുറവാണ്. ഖുർആനിലെ സൂറത്തുകൾ ഒന്നിച്ച് പേരിടുക എന്നുള്ളത് അപൂർവമാണ്, എന്നാലും ഉണ്ട്. അങ്ങനെ ഈ 2 സൂറത്തുകൾക്ക് ഒന്നിച്ചൊരു പേര് സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. മുഅവ്വിദത്താനി എന്ന പേര്. മുഅവ്വിദത്താനി, അഊദു എന്നതുകൊണ്ടാണ് ഈ 2 സൂറത്തുകളും ആരംഭിക്കുന്നത്. ഖുൽ അഊദു. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ ശരണം തേടുന്നു എന്നാണ് അർത്ഥം. എനിക്ക് ചെറിയ ഒരു കോൾഡ് ഉണ്ട്, അതിൻ്റെ ഒരു പ്രയാസം ചിലപ്പോൾ സംസാരത്തിലുണ്ടാകും. ശബ്ദം കുറവായിരിക്കട്ടെ. അഊദു എന്നാൽ ഞാൻ രക്ഷ തേടുന്നു, ഞാൻ ശരണം തേടുന്നു, ഞാൻ അഭയം തേടുന്നു എന്നൊക്കെയാണ് അർത്ഥം. നമുക്കറിയാമല്ലോ. ആ വാക്കിൽ നിന്നാണ് ആദ എന്ന വാക്കാണ് അതിൻ്റെ ആദ്യത്തെ രൂപം. ആദ, അഭയം തേടി. അതിൻ്റെ മുതഅദ്ദിയായ രൂപമാണ് അവ്വദ. ആദ, അവ്വദ സെയിം അക്ഷരങ്ങളാണ്. ആദയിൽ നടുവിലത്തെ അക്ഷരം അലിഫാണ്. അവ്വദയിൽ നടുവിലത്തെ അക്ഷരം ഷദ്ദുള്ള വാവാണ്. ആദ, അവ്വദ. ആദ എന്ന് പറഞ്ഞാൽ ശരണം തേടി, അവ്വദ എന്ന് പറഞ്ഞാൽ ശരണം നൽകി, അഭയം നൽകുന്ന 2 അധ്യായങ്ങൾ എന്നാണ് മുഅവ്വിദത്താനി എന്ന വാക്കിൻ്റെ അർത്ഥം. നമുക്ക് അറിവില്ലാത്ത മാർഗങ്ങളിൽ കൂടി നമ്മെ ബാധിച്ചേക്കാവുന്ന, നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മളൊരു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിൽ കൂടി നമ്മെ ബാധിച്ചേക്കാവുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യായങ്ങൾ. അതുവഴി നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുന്നു, അഭയം ലഭിക്കുന്നു.
അതിനു വേണ്ടിയാണ് പടച്ചവൻ ഈ അഭയം ചോദിക്കാൻ വേണ്ടിയാണ്. അല്ല, ഖുർആനിലെ സൂറത്തു അൽ ഫുർഖാനിലെ അവസാനത്തെ ആയത്ത് അങ്ങനെയാണ്, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല, അല്ലെങ്കിൽ എങ്ങനെ പരിഗണിക്കാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ പടച്ചവൻ കണ്ടറിഞ്ഞ് ചെയ്തുകൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു തെറ്റായ ധാരണയാണ്. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ഇബാദത്ത് ചെയ്യാൻ, അഥവാ എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യനെയും ജിന്നുകളെയും പഠിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ നമുക്ക് അള്ളാഹുവിനോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയും ചോദിക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രക്ഷ തേടുക എന്നത്. ഈ അവസാനത്തെ സൂറത്തിൽ നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത് നമുക്കറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത, സാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയാത്ത, നമ്മുടെ ജന്മശത്രുവായ, കൊടിയ ശത്രു എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ള പിശാചിൽ നിന്ന് കാവലിനെ തേടാനാണ് അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് അള്ളാഹു നമ്മളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പറയണം. ഖുൽ, നബിയെ പറയുക, അഊദു, ഞാൻ ശരണം തേടുന്നു. ഈ വാക്ക് നമ്മൾ ഇസ്തിആദ പഠിച്ചപ്പോൾ, സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോൾ ആദ്യം പഠിച്ചതാണ് ക്ലാസ്സിൽ. അഊദു എന്ന വാക്ക്, ഞാൻ അഭയം തേടുന്നു, ഞാൻ ശരണം തേടുന്നു, ഞാൻ രക്ഷ തേടുന്നു. ഖുൽ അഊദു ബി റബ്ബിൻ നാസ്. ആരോടാണ് ഞാൻ രക്ഷ തേടുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരോടാണ് രക്ഷ ചോദിക്കേണ്ടത്? ബി റബ്ബിൻ നാസ്. അഊദു പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ബി കൂടെ ചേർക്കാറുണ്ട്. നമ്മൾ ആരിൽ അഭയം തേടുന്നു എന്ന് കുറിക്കാൻ വേണ്ടിയിട്ട്. ബി റബ്ബി, റബ്ബിൽ അഭയം തേടുന്നു. ആരുടെ റബ്ബ്? അന്നാസ്, മനുഷ്യരുടെ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു, അല്ലെങ്കിൽ മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. റബ്ബിനോട് മാത്രമല്ല, മലിഖിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്, ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനോട്. നോക്കൂ, 3 വാക്കുകളാണ് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്തിനാണ്? പടച്ചവൻ നമ്മളെ പരിഗണിക്കാനാണ്. അള്ളാഹുവിന് തൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ കൊണ്ട് അവനെ വിളിക്കുന്നത് ഏറെ ഇഷ്ടമാണ്. ആ ഇഷ്ടം വേഗം ഉത്തരം കിട്ടാൻ കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് പടച്ചവൻ തന്നെ നമ്മളോട് പറയാണ്, നിങ്ങൾ എന്നെ വെറുതെ അള്ളാഹുവെ എന്ന് വിളിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ വിളിക്കുക. ഖുൽ അഊദു ബി റബ്ബിൻ നാസ്, മനുഷ്യരുടെ രക്ഷിതാവേ, മലിഖിന്നാസ്, മനുഷ്യരുടെ രാജാവേ, ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനെ, നിന്നോട് ഞാൻ അഭയം തേടുന്നു. വാചകഘടന അങ്ങനെയല്ല. ഖുൽ അഊദു ബി റബ്ബിൻ നാസ്, മനുഷ്യരുടെ റബ്ബിനോട്, മലിഖിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്, ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനോട് ഞാൻ അഭയം തേടുന്നു. എന്തിൽ നിന്നാണ് അഭയം തേടുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ഷർ, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം ആണ് ഇംഗ്ലീഷിൽ. എന്തിൽ നിന്നാണ്? ഷർറിൽ നിന്ന്. എന്തിന്റെ ഷർറാണ്? അൽ വസ്വാസ്. മിൻ ശർരി അൽ വസ്വാസ്, ദുർബോധനത്തിന്റെ ഷർറ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസിന്റെ ദുർബോധനത്തിന്റെ ഷർറിൽ നിന്ന്. ഖന്നാസ് എന്ന വാക്ക് ഇബ്ലീസിനെ കുറിക്കുന്നതാണ്. ആ വാക്കിന് കുസൃതിക്കാരൻ, വികൃതിക്കാരൻ എന്നൊക്കെ അർത്ഥം. കുറച്ചുകൂടി വിശാലമായിട്ടാണ് അതിൻ്റെ അർത്ഥം പറയേണ്ടി വരിക. അതിങ്ങനെയാണ്: എല്ലാ വേണ്ടാധീനങ്ങൾക്കും അനിഷ്ടകരമായ കാര്യങ്ങൾക്കും അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന്
നമ്മളെ നയിച്ചിട്ട് നമ്മൾ പെട്ടുപോയാൽ പിന്നെ ഇയാളെ കാണൂല, പിന്മാറിക്കളയും. അങ്ങനെ അമാനി മൗലവി അർത്ഥം കൊടുത്തിട്ടുള്ളത് കുസൃതി കാട്ടി പിന്മാറിക്കളയുന്നവൻ എന്നാണ്. എല്ലാ തിന്മകൾക്കും നമുക്ക് പ്രേരണ നൽകി നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ച് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കക്ഷിയെ കാണൂല, ഇയാള് പിന്മാറിക്കളയും. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഇവർക്ക് ദുർബോധനം നൽകുന്നുണ്ട് ഖുറൈശികൾക്ക്. ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ, നിങ്ങൾ ധൈര്യമായിട്ട് ആയുധമെടുത്ത് ഇറങ്ങിക്കോ. ഇതൊക്കെ ഇയാൾ നേരിട്ട് വന്ന് പറയല്ല, ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കും. ഇബ്ലീസ് മനുഷ്യരോട് നേരിട്ട് വന്ന് പറയുന്നു. അങ്ങനെ ആയിരിക്കില്ല. അയാൾക്ക് കൂടുതൽ സ്വാധീനമുള്ള ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കുകയാണ്. അവരുടെ ഉള്ളിൽ ദുർബോധനം നടത്തിയിട്ട് ഇങ്ങനെ പറയും എന്ന്. അങ്ങനെ എല്ലാവർക്കും ധൈര്യം നൽകി ബദറിൽ എല്ലാവരും ഖുറൈശികളൊക്കെയും മുസ്ലിങ്ങൾക്കെതിരിൽ, നബിക്കെതിരിൽ, സ്വഹാബിമാർക്കെതിരിൽ ആയുധമെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ സഹായം വരാൻ തുടങ്ങിയപ്പോൾ, സഹായം എന്ന് പറയുന്നത് നബി പ്രാർത്ഥിച്ചത് പ്രകാരം അള്ളാഹുവിന്റെ സഹായം മലക്കുകളെ കൊണ്ടാണ് ഉണ്ടായത്. ആയിരക്കണക്കായ അൽഫി മിനൽ മലായികത്തി മുർദിഫിൻ, തുടരെ വരുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് അള്ളാഹു സഹായിച്ചു എന്നാണ്. ഈ കാഴ്ച മനുഷ്യർക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇബ്ലീസ് പറയാണ്, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ഞാൻ കാണുന്നുണ്ട് എന്ന്. അപ്പൊ എല്ലാവരെയും യുദ്ധക്കളത്തിൽ ഇറക്കിയിട്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശത്രുക്കളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട്, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്, എതിരാളികളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പുള്ളിക്കാരൻ പിന്മാറിക്കളഞ്ഞു. ഇവിടെ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മളെവിടെയെങ്കിലും കൊണ്ട് ചാടിക്കും, നമ്മളെ കൊണ്ട് മഹാപാപങ്ങളും ചെറുപാപങ്ങളൊക്കെ ചെയ്യിക്കും. അതല്ലെങ്കിൽ നമുക്ക് പിന്നീട് അപമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി പെടുത്തും, അല്ല മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കും. പിടിക്കപ്പെട്ടാൽ ഇയാളുണ്ടാവോ? ഇല്ല. പിടിക്കപ്പെട്ടാൽ അതിന്റെ അപമാനം മുഴുവൻ പേറേണ്ടി വരിക, അതിന്റെ ശിക്ഷ ഏൽക്കേണ്ടി വരിക ഈ ചെയ്ത മനുഷ്യനാണ്. അങ്ങനെ വിലക്കപ്പെട്ട എല്ലാ കാര്യത്തിനും പ്രേരിപ്പിക്കുകയും അത് വസ്വാസിലൂടെയാണ് ചെയ്യുക. വസ്വാസ് എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന് അവന്റെ അനുയായികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ചാൻസാണ്. മനുഷ്യന്റെ മനസ്സിൽ ദുർബോധനം നടത്താൻ, ദുർമന്ത്രണം നടത്താനുള്ള കഴിവ്. ഇതാണ് ഇബ്ലീസിന് നൽകിയിട്ടുള്ളത്, അവന്റെ കൂട്ടാളികൾക്ക് നൽകിയിട്ടുള്ളത്. എല്ലാ മനുഷ്യരുടെ കൂടെയും ഇബ്ലീസ് തൻ്റെ ഓരോ സന്താനങ്ങളിൽപ്പെട്ട, തൻ്റെ വർഗത്തിൽപ്പെട്ട ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അങ്ങനെ. അള്ളാഹുവിന്റെ റസൂലിന് പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നബി പറഞ്ഞു, അള്ളാഹു എനിക്ക് എൻ്റെ ശത്രുവിനെ, ജിന്നുകളിൽപ്പെട്ട എൻ്റെ ശത്രുവിനെ എനിക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് അവൻ നന്മയല്ലാതെ കൽപ്പിക്കുകയില്ല. എന്നോട് പറയുകയാണെങ്കിൽ നല്ലതേ പറയുള്ളൂ, എൻ്റെ അടുക്കൽ അവൻ വളച്ചിലെടുക്കൂല എന്ന് പറയാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നാൽ ബാക്കി മുഴുവൻ മനുഷ്യർക്കും ഉപദ്രവകാരിയാണ്. വസ്വാസ് ഉണ്ടാക്കാനുള്ള കഴിവ്, ആ കഴിവേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ സൂറത്ത് നമുക്ക് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഇബ്ലീസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടും, നമ്മുടെ ബുദ്ധിക്ക് തകരാറുണ്ടാക്കും, നമുക്ക് ശാരീരികമായ രോഗങ്ങൾ വരെ ഉണ്ടാക്കും. അങ്ങനെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവൊന്നും ഇബ്ലീസിന് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹു ഈ സൂറത്തിൽ, ഖുർആൻ അവസാനിക്കുകയാണല്ല, ഖുർആൻ അള്ളാഹു പറഞ്ഞു തീർക്കുകയാണ്. ആദ്യം നമ്മൾ പഠിച്ച സൂറത്തുൽ ഫാത്തിഹയാണ്. അവിടെ നമ്മൾ അള്ളാഹിനോട് ചോദിച്ചത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾ നേർമാർഗത്തിലൂടെ ചലിപ്പിക്കണമേ എന്നാണ്. ആ നേർമാർഗമാണ് അള്ളാഹു സൂറത്തുൽ ബഖറ മുതൽ പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ് വരെ നമുക്ക് പറഞ്ഞു തന്നത്. അവസാനത്തെ 2 സൂറത്തുകളും ഇനിയും നിങ്ങൾക്കുണ്ടായേക്കാവുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിങ്ങൾ എന്നോട് ശരണം തേടിക്കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് അഭയം, രക്ഷ തന്നുകൊള്ളാം എന്ന അള്ളാഹിന്റെ ഉറപ്പാണ്. നമ്മളിൽ ചിലർക്ക് അറിയുന്നത് പോലെ ഇബ്ലീസിന് ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള വല്ല ശക്തിയും അള്ളാഹു കൊടുത്തിരുന്നുവെങ്കിൽ അത് അള്ളാഹ്ക്കാണല്ലോ ഏറ്റവും നന്നായി അറിയുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു
ഈ മുഅവ്വിദത്തൈനിൽപ്പെട്ട രണ്ടാലൊരു സൂറത്തിൽ പിശാച് ഉണ്ടാക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ എന്ന പ്രാർത്ഥന കൂടി പഠിപ്പിച്ചേനെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ശരണപ്രാർത്ഥനകളിൽ രണ്ടെണ്ണങ്ങളിൽ ഒന്നായ ഈ സൂറത്തിൽ പടച്ചവൻ പറയുന്നത് മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് മാത്രമാണ്. ഖന്നാസിന്റെ അഥവാ കുസൃതിക്കാരന്റെ എല്ലാ കുസൃതിയും എല്ലാ വികൃതിയും എല്ലാ അള്ളാഹുവിന് അനിഷ്ടകരമായ കാര്യങ്ങളും ചെയ്യാൻ പ്രേരണ നൽകി പിന്നീട് പിന്മാറിക്കളയുന്നവൻ, അതാണ് ഖന്നാസ് എന്ന വാക്കിന്റെ അർത്ഥം. നേരത്തെ പറഞ്ഞുവല്ലോ. അങ്ങനെയുള്ള ഖന്നാസിന്റെ വസുവാസിന്റെ ഷറിൽ നിന്നാണ് ഞങ്ങൾ അള്ളാഹുവോട് ശരണം തേടുന്നത്, രക്ഷ ചോദിക്കുന്നത്. അപ്പൊ വസ്വാസിൽ നിന്ന് മാത്രമേ രക്ഷ ചോദിക്കേണ്ടതുള്ളൂ. പ്രവാചകന്റെ ഹദീസ് പണ്ടെങ്ങാനും ഞാൻ വായിച്ചതാണ്, പക്ഷെ അത് എവിടെയാണ് വായിച്ചത് ഞാൻ മറന്നുപോയി. നബിയുടെ ഒരു ഹംദുണ്ട്, അൽഹംദുലില്ലാഹില്ലദി റദ്ദ കൈദഹു ഇലൽ വസ്വസ. പിശാചിന്റെ കഴിവ് വസ്വസത്തിലേക്ക് ചുരുക്കിയ അള്ളാഹുവിന് സർവസ്തുതിയുമെന്ന്. പിശാചിന് മനുഷ്യനുള്ള സ്വാധീനം എന്ത് മാത്രമാണ്? വസ്വസത്ത് മാത്രമാണ്. അത് തന്നെ, ആ കൈത് തന്നെ, ഇന്ന കൈത് ഷൈത്വാൻ ഇഖാന ദ്വഈഫ എന്ന് കൂടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ കുതന്ത്രം പോലും വളരെ ദുർബലമാണ്, നമുക്ക് പൊട്ടിച്ചു കളയാവുന്നതേ ഉള്ളൂ. മനുഷ്യർ പലരും തോറ്റുപോകുന്നത് അവർക്ക് അസീമത്തുൽ ഖൽബ് ഇല്ലാത്തത് കൊണ്ടാണെന്നും ഖുർആൻ പറയുന്നുണ്ട്. അസീമത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക? ഡിറ്റർമിനേഷൻ എന്ന് പറയില്ലേ, അങ്ങനെ വാക്കാണല്ലോ ഇംഗ്ലീഷില്. ദൃഢനിശ്ചയം, ഞാനത് ചെയ്യൂല, ഒരു കാരണവശാലും ഞാൻ ആ തിന്മയിലേക്ക് നീങ്ങൂല എന്നൊരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ മനുഷ്യർക്ക് മറികടക്കാവുന്ന അത്രയും ദുർബലമാണ് ഇബ്ലീസിന്റെ പിശാചിന്റെ തന്ത്രങ്ങൾ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു വിലക്കിയ കനി തിന്നാൻ ഇടയായ സാഹചര്യത്തെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, ഫലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് അസ്മുള്ളതായി ഞാൻ കണ്ടില്ല. അസ്മ എന്ന് പറഞ്ഞാൽ ഇതാണ് ദൃഢനിശ്ചയം, ഞാൻ ചെയ്യൂല. ബാക്കി എല്ലാം പടച്ചവൻ അനുവദിച്ചല്ലോ, ഇത് മാത്രമല്ലേ വിലക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഞാൻ അങ്ങോട്ട് നോക്കുക പോലുമില്ല എന്ന് തീരുമാനിക്കാവുന്നതായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തിന് അസ്മുണ്ടായില്ല എന്നാണ്. ഈ അസ്മില്ലായ്മയാണ് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട മുഴുവൻ, നമ്മളടക്കമുള്ള മുഴുവൻ ആളുകൾക്കും പറ്റുന്നത് ഈ അസീമത്തുൽ ഖൽബ് ഇല്ലായ്കയാണ്. ഇബ്ലീസിന്റെ കാര്യത്തിൽ അവന്റെ വസ്വാസുകൾക്ക് ഞാൻ വശംവദനാവുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നു. സഹോദരങ്ങളെ, അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസായ പിശാചിന്റെ അഥവാ എല്ലാ കുസൃതികൾക്കും നേതൃത്വം നൽകി പിന്മാറിക്കളയുന്നവന്റെ വസ്വാസിന്റെ ദുർമന്ത്രണത്തിന്റെ ഷർറിൽ നിന്ന് മനുഷ്യരുടെ ആരാധ്യനും മനുഷ്യരുടെ രാജാവും മനുഷ്യരുടെ റബ്ബുമായ രക്ഷിതാവുമായ അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. ഈ ഇബ്ലീസിന്റെ എല്ലാം കഴിഞ്ഞിട്ട് പരലോകത്ത് മനുഷ്യർ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പകുത്തു മാറ്റപ്പെടുകയും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ എത്തുകയും ചെയ്താൽ നരകത്തിൽ കിടന്ന് ഇങ്ങേരുടെ ഒരു പ്രസംഗം ഉണ്ടെന്നാണ് ഇബ്ലീസിന്റെ, ഷൈത്താന്റെ. സൂറത്ത് ഇബ്രാഹീമിൽ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും ബഅദൽ ഹഖി വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅവ്തുകും ഫസ്തജബ്തും ലി ഫലാ തലൂമൂനി വലൂമു അൻഫുസകും മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബ്ൽ ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം. ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്, വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംറു, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുകയും ഓരോരുത്തരും അവനവൻ ചെല്ലേണ്ടിടത്ത് ചെല്ലുകയും ചെയ്താൽ, സ്വർഗനരകങ്ങളിലേക്ക് എത്തുകയും എത്തിക്കഴിയുകയും ചെയ്താൽ പിശാച് ഇങ്ങനെ പറയും, ഇന്നല്ലാഹ വഅദകും ബഅദൽ ഹഖി, അള്ളാഹു നിങ്ങളോട് നൽകിയ വാഗ്ദാനമായിരുന്നു സത്യമായ വാഗ്ദാനം. വഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാൻ നിങ്ങളോട് പലതും വാഗ്ദാനം ചെയ്തിരുന്നു, ഞാൻ അതൊക്കെ ഇതാ ലംഘിച്ചിരിക്കുന്നു, നേരത്തെ തന്നെ ലംഘിച്ചതാണ്.
വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅവതുക്കും. ഈ ആയത്തിൽ പിശാചിനെ സമ്മതിക്കുന്നുണ്ടെന്ന്. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅവതുക്കും. നിങ്ങളുടെ മേൽ എനിക്ക് ഒരു അധികാരവും അള്ളാഹു നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്നില്ല, എന്തല്ലാതെ ഇല്ല അൻ ദഅവതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരുന്നു. തിന്മയിലേക്കാണല്ലോ പുള്ളിക്കാരൻ ക്ഷണിക്കുക. അപ്പൊ തിന്മയിലേക്ക് ക്ഷണിക്കാനുള്ള സുൽത്താൻ അല്ലാതെ, കഴിവല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരുത്തന്റെ കഴുത്തിന് പിടിച്ച് സിനിമാ തിയേറ്ററിലേക്ക് ബലമായി കൊണ്ടുപോകാനൊന്നും ഉള്ള കഴിവ് കൊടുത്തിട്ടില്ല ഇബ്ലീസിന് അള്ളാഹു. അങ്ങനെയാണെങ്കിൽ പടച്ചവൻ മനുഷ്യരെ സൃഷ്ടിച്ചതിനും അവനെ ചോദ്യം ചെയ്യുന്നതിനൊന്നും ഒരു അർത്ഥമില്ലല്ലോ. ചില ആളുകൾ അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇബ്ലീസിന് അങ്ങനെ ഭയങ്കര കഴിവ് കൊടുത്തിട്ടുള്ളത്. ഒരു കഴിവില്ല ഇബ്ലീസിന്. എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും ആളുകൾ അത് ശൈത്താൻ കൂടിയതാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കും. അങ്ങനെ ശൈത്താനൊന്നും കൂടൂല ആരുടെയും മേത്ത്. അതൊക്കെ മാനസികവും ബുദ്ധിപരവുമായ പ്രശ്നങ്ങളാണ്. അതിന് ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് കഴിച്ച് മാറ്റേണ്ടതാണ്. അതിന് ഏതെങ്കിലും തങ്ങന്മാരും ഒരറിവില്ലാത്ത, ദീനുമായിട്ടൊരു ബന്ധമില്ലാത്ത സ്വാമിമാരെയും തങ്ങന്മാരെയും, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അച്ഛന്മാരെ കൊണ്ട് കാണിക്കും. അപ്പൊ അവര് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ പറയും. നമ്മുടെ പണം വിടുന്നു അവര്. ചിലപ്പോ അധികവും ഇത്തരം കേസിലൊക്കെ പെടുക സ്ത്രീകളായിരിക്കുള്ളൂ. യുവതികളായ സ്ത്രീകളാണ് പലപ്പോഴും ഇങ്ങനെ ശൈത്താൻകൂടലിലൊക്കെ അകപ്പെടുക. പുരുഷന്മാരും ചികിത്സിക്കൂല, വൃദ്ധരെയൊന്നും ചികിത്സിക്കൂല. യുവതികളായ ആൾക്കാരെയാണ് ഇത്തരം സ്വാമിമാരും തങ്ങന്മാരും അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരൊക്കെ, ഇതിന്റെ വിദഗ്ധന്മാര് സിദ്ധന്മാരായ ആൾക്കാരൊക്കെ ചികിത്സിക്കുക. അപ്പൊ അതിലൊന്നൊരു സത്യമില്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നമ്മളൊന്നും മുഖവൽക്കെടുക്കണ്ട. കാരണം ഖുർആൻ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നേനെ. ഖുർആൻ ഇവിടെ ഇബ്ലീസ് തന്നെ പറയുന്ന കാര്യം ഖുർആൻ പറഞ്ഞു തരുന്നത്, ഇല്ലാ അൻ ദഅവതുക്കും ഫസ്തജബ്തും ലി, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. രോഗം ഉണ്ടാക്കാനോ നിങ്ങളുടെ ബുദ്ധിയെ തകർക്കാനോ നിങ്ങളുടെ ആരോഗ്യത്തെ തകർക്കാനോ എന്നുള്ള കഴിവ് അള്ളാഹു എനിക്ക് തന്നിരുന്നില്ല. ഇല്ലാ അൻ ദഅവതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, ഫസ്തജബ്തും ലി, എന്റെ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം നൽകി. ഇതാ ഉണ്ടായത്. മാ അൻതും ബിമുസ്രിഖിക്കും വമാ അൻതും ബിമുസ്രിഖിയ, ഇന്നേ ദിവസം എന്നെ സഹായിക്കാൻ നിങ്ങൾക്കോ നിങ്ങളെ സഹായിക്കാൻ എനിക്കോ കഴിയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, നിങ്ങൾ ശിർക്ക് ചെയ്തതൊക്കെ ഞാനിതാ നിഷേധിക്കുന്നു. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, അങ്ങനെ ശിർക്ക് ചെയ്തു വന്ന അക്രമികൾക്ക് അള്ളാഹു ഇപ്പോൾ വേദനയേറിയ ശിക്ഷ തരും, അത് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് ഇയാൾ കൈമലർത്തി കൈയൊഴിയുന്ന കാഴ്ചയാണ് പരലോകത്തുണ്ടാവുക. അത് അള്ളാഹു നമുക്ക് നേരത്തെ തന്നെ അറിയിച്ചു തന്നിരിക്കുകയാണ്. ഇബ്ലീസ് ഇങ്ങനെയുള്ളവനാണ്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാ തരത്തിലുള്ള പൊരുത്തക്കേട് ഒപ്പിച്ച് അവസാനം പിന്മാറിക്കളയുന്നവനാണ് എന്ന് അള്ളാഹു നമുക്ക് ഖന്നാസ് എന്ന വാക്കിലൂടെ അറിയിച്ചു തന്നു. അതിന്റെ വ്യാഖ്യാനമായി സൂറത്ത് ഇബ്രാഹിമിൽ ഒരായത്ത്, സാമാന്യം ദീർഘമായ ഒരായത്തും നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതല്ലാത്തതൊന്നും സത്യമല്ല. അതൊക്കെ വെറും വിദ്യാധാരണകൾ, തെറ്റിദ്ധാരണ, ഊഹാപോഹങ്ങൾ, ഇതൊക്കെയാണ്. ശൈത്താൻ കൂടല്, ജിന്ന് കൂടല്, അങ്ങനെ ജിന്നിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ചില ആൾക്കാർ ജിന്നിനെ കണ്ടതിന് ശേഷം മൂപ്പർക്ക് അങ്ങനെ സംഭവം. ജിന്നിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലതാണ്. ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവനും അവന്റെ ഗോത്രക്കും അഥവാ അവന്റെ ആളുകളും നിങ്ങളെ കാണും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല എന്നാണ്. മനുഷ്യർക്ക് ഇബ്ലീസിനെ കാണാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അത് വ്യാഖ്യാനിച്ചു തരാൻ, അതിന്റെ ഗൈബ് പറഞ്ഞു തരാൻ നമുക്കൊരു പ്രവാചകൻ ജീവിച്ചിരിക്കണം. അതല്ലാത്ത കാലത്ത് ആരെങ്കിലും ജിന്നിനെ കണ്ടതാണ്, ശൈത്താനെ കണ്ടതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ബാധ്യത ഒരു മുസ്ലിമിനില്ല. ഓക്കെ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അവൻ ഖന്നാസ് എന്ത് ചെയ്യുന്നു? യുവസ്വിസു, അവൻ ദുർമന്ത്രണം നടത്തുന്നു. എവിടെ? ഫീ സുദൂരിൻ നാസ്, മനുഷ്യന്റെ നെഞ്ചുകളിലാണ് അവൻ ദുർമന്ത്രണം നടത്തുന്നത്. ഈ ആയത്ത് ചില ആൾക്കാർ ഇങ്ങനെ എടുക്കും, എന്താ ഈ ഇബ്ലീസ് കൂടും, ശൈത്താനുള്ളിൽ കയറും എന്നൊക്കെ പറയാൻ വേണ്ടി ചില ആളുകൾ ഈ ആയത്ത പറയുക. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ഖന്നാസ് എന്ന് പറയുന്ന ഈ ഇബ്ലീസ് എന്ത് ചെയ്യുന്നു? ശൈത്താൻ അവൻ
യുവസ്വിസു ഫീ സുദൂരിന്നാസ്. സുദൂർ എന്ന വാക്ക് സ്വദർ എന്ന വാക്കിന്റെ ബഹുവചനാണ്. സ്വദർ എന്ന് പറഞ്ഞാൽ നെഞ്ചെന്ന അർത്ഥം. കൽബാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കൽബിരിക്കുന്നത് സ്വദറിലാണല്ലോ, നെഞ്ചിലാണല്ലോ. വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫി സുദൂർ എന്ന് ഖുർആനിൽ വേറൊരായത്തുണ്ട്. മനുഷ്യരുടെ നിഷേധികളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത് അവരുടെ നെഞ്ചുകളിലുള്ള കൽബുകൾക്കാണ് എന്ന് പറയുന്നൊരായത്തുണ്ട്. അപ്പോൾ നെഞ്ച് എന്നതുകൊണ്ട് ഖുർആനോട് ഉദ്ദേശിക്കുന്നത് കൽബാണ്. മനുഷ്യരുടെ നെഞ്ചുകളിൽ ദുർമന്ത്രണം നടത്തുന്ന ഖന്നാസ്. അപ്പൊ നെഞ്ചിൽ അഥവാ കൽബിൽ ദുർമന്ത്രണം നടത്തണമെങ്കിൽ സ്വാഭാവികമായും ഉള്ളിൽ കയറണ്ടേ ഇബ്ലീസ്. കൽബ് എവിടെ ഇരിക്കണം? നെഞ്ചിന്റെ ഉള്ളിലാണ്. അപ്പൊ നെഞ്ചിന്റെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ, കൽബിലേക്ക് എത്തണമെങ്കിൽ ഏതെങ്കിലും വഴിക്ക് ശരീരത്തിൽ കയറണ്ടേ എന്ന ഒരു ചോദ്യം ചില ആൾക്കാർ ഉന്നയിക്കാറുണ്ട്. അതിന് തൊട്ടടുത്ത ആയത്തിൽ മറുപടി ഉണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്. അങ്ങനെ നെഞ്ചുകളിൽ ദുർമന്ത്രണം നടത്തുന്ന ഖന്നാസുകൾ ജിന്നത്തിൽ മാത്രമല്ല, എവിടെയുണ്ട്? വന്നാസ്, മനുഷ്യരിലും ഉണ്ട് എന്നാണ്. അപ്പൊ മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ നെഞ്ചിൽ മനസ്സിൽ ദുർമന്ത്രണം നടത്തുന്നത് അവന്റെ ഏതെങ്കിലും വായി കൂടിയോ മൂക്കി കൂടിയോ ഒക്കെ അകത്ത് കയറിയിട്ടല്ലല്ല, ചെവി വഴിയാണ്. ഇതുപോലെ നമുക്കറിയാത്ത ഏതോ ഒരു വഴിയിൽ കൂടിയാണ് നമ്മളിൽ സ്വാധീനം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ പിശാച് തന്നെ പറഞ്ഞതുപോലെ ഞാൻ ക്ഷണിച്ചു എന്ന് പറഞ്ഞല്ലോ, ഞാൻ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം നൽകിയെന്നു. അപ്പൊ നമ്മളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്നത് മനുഷ്യർ അവന്റെ കണ്ണിലൂടെ, അല്ല ചിലപ്പോൾ ആംഗ്യം കാണിക്കും ഇന്നതുപോലെ ചെയ്യടാന്ന്. അപ്പൊ നമ്മുടെ കണ്ണിലൂടെയാണ് അയാൾ നമ്മുടെ മനസ്സിലേക്ക് വസ്വാസം ഉണ്ടാക്കുന്നത്. ആര്? മനുഷ്യര്. അതല്ലെങ്കിൽ നാവ് കൊണ്ട് പറയും. അപ്പൊ നമ്മുടെ കാതിലൂടെയാണ് അയാൾ വസ്വാസം ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ നമ്മളെ തോണ്ടും. ഞാൻ തോണ്ടുമ്പോ നീ ചെയ്തോളണം എന്ന് പറയില്ലേ, കുരുത്തക്കേട്. അപ്പോ ഈ തോണ്ടൽ, അപ്പൊ നമ്മളെ സ്കിന്ന് വഴിയാണ് അയാൾ നമ്മളിൽ വസ്വാസം ഉണ്ടാക്കിയത്. മനുഷ്യരുടെ വസ്വാസം ഈ വഴിക്കൊക്കെയാണ്. പക്ഷെ നമ്മൾക്ക് അറിയാത്ത മറ്റേത് വഴിയിലൂടെയാണ് ജിന്നിൽപ്പെട്ട ഖന്നാസുകൾ, വികൃതിക്കാരൻ നമ്മുടെ ഉള്ളിൽ വസ്വാസം ഉണ്ടാക്കുന്നത്. അത് നമുക്കറിയില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വസ്വാസം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളെ തിന്മയെ ക്ഷണിക്കുന്നുണ്ട്, നിങ്ങൾ അതിനൊക്കെ ഉത്തരവും പറയുന്നുണ്ട്. അവന്റെ പ്രേരണ അനുസരിച്ചാണ് പല തിന്മകളും നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എന്നോട് കാവലിന് തേട് എന്റെ വസ്വാസിന്റെ ഷെറിൽ നിന്ന്, അവന്റെ ഉപദ്രവം കുറഞ്ഞു കിട്ടാൻ. ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ്, നടക്കൂല. എന്നാൽ കുറഞ്ഞു കിട്ടാൻ, അതിന്റെ ബലം കുറക്കാൻ, അതിന്റെ എണ്ണം കുറക്കാൻ അള്ളാഹുവിന്റെ കാവൽ നമുക്കുണ്ടെങ്കിൽ സാധ്യമാകും. അത് ചിലപ്പോൾ മനുഷ്യരിലും അങ്ങനെ തന്നെയാണ്. അല്ല, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ദുഷ്ടത്തരം ചെയ്യിക്കാം എന്ന് വിചാരിച്ചയാളെ ചിലപ്പോൾ അള്ളാഹു ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിപ്പിക്കും. അതുപോലെ നമ്മുടെ കൂടെ സദാസമയവുമുള്ള ഇബ്ലീസ്, നാം ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഇവൻ ജനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവള് ജനിച്ചിട്ടുണ്ട്, ഇവന്റെ കൂടെ തന്നെ കൂടിക്കോ, ഇവനെ നരകത്തിൽ എത്തിക്കലാണ് നിന്റെ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ ഓരോരുത്തരുടെയും കൂടെ അവന്റെ അനുയായികളിൽ ഓരോരുത്തരെ നിയമിച്ചിട്ടുണ്ട്. അവരിങ്ങനെ സദാസമയം, റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ രാത്രി സമയങ്ങളിൽ ഏതാനും സെക്കൻഡോ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകളോ മാത്രം ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങൾ എഴുന്നേൽക്കും. ആ സമയവും പുള്ളിക്കാരൻ വിജിലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതിൽ ഹദീസിലുണ്ടെന്ത്? നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. ഫൈനൽ ഷൈത്വാന യബീതു ഫീ ഖൈശൂമിൽ മർഇ. ഒരു മനുഷ്യന്റെ തരിമൂക്കിൽ പിശാജ് രാത്രി താമസിക്കും, രാത്രി കിടന്നുറങ്ങും, അല്ലെങ്കിൽ രാത്രി താമസിക്കുന്നതാണ്. അത് പറഞ്ഞാൽ ദൂരെ പോലെ, ഏതായാലും ഇവന് ഉറങ്ങിയല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം, എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളെ വിട്ടു പോകില്ല. അവനെ ഏൽപ്പിച്ച ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കും പിശാജ്. അവന്റെ ആ ജാഗ്രത എത്രമാത്രം ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ് നബിയുടെ ഈ വാക്ക്. നിങ്ങളുടെ ഹൈശൂമിൽ തന്നെ അവൻ കാത്തിരിക്കും, കണ്ണിൽ എണ്ണയൊഴിച്ച്. എപ്പോഴെങ്കിലും നിങ്ങൾ ഉണരണുണ്ടോ, ആ ഉണരണ നേരത്ത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും വേണ്ടാധീനം തോന്നിപ്പിക്കാൻ, പ്രവർത്തിപ്പിക്കാൻ, പറയിക്കാൻ
അല്ല, വെറുതെ ഒന്ന് മൊബൈൽ എടുത്ത് നോക്കിയാൽ നമ്മൾ ഉറക്കാതോടെ പോകും. പിന്നെ ആ മൊബൈലിന്റെ പുറകിലായിരിക്കുന്ന അർദ്ധരാത്രി മൊബൈൽ എടുത്ത് നോക്കണ ചെറുപ്പക്കാരൻ ചിലപ്പോൾ അവൻ കാണാൻ പാടില്ലാത്തൊക്കെ കാണും. അവനങ്ങനെ ഇന്റർനെറ്റിലൂടെ അങ്ങനെ കൊണ്ടുപോകും ഏതെങ്കിലും സൈറ്റിൽ. ചിലപ്പോൾ അവൻ എത്തുന്നത് ഏതെങ്കിലും അശ്ലീല സൈറ്റിലൊക്കെ ആയിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ കക്ഷി ഇങ്ങനെ വിജിലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അത്ര കൊടിയ ശത്രുവാണ്. അവനെ ഏൽപ്പിച്ച ഡ്യൂട്ടി നമ്മുടെ ആദിപിതാവായ ആദമിനോട് അദ്ദേഹം കാരണമാണ് ഞാൻ അള്ളാഹുവാൽ ശപിക്കപ്പെട്ടത് എന്ന പിശാചിന്റെ തെറ്റിദ്ധാരണ, അതുവഴി ഉണ്ടായ പക, ആ പക ഇന്ന ശൈത്വാനലക്കും അദുവ്വും മുബീൻ, പിശാച് നിങ്ങളുടെ സ്പഷ്ടമായ വ്യക്തമായ ശത്രുവാണ്. അതുപോലെ ശത്രു നിങ്ങൾക്ക് വേറെ ആരിലുമില്ല, മനുഷ്യരിൽ ഒന്നിലുമില്ല. മനുഷ്യരിൽ ആരിലുമില്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശത്രു. അവൻ നിങ്ങളെ നരകത്തിൽ സ്ഥിരതാമസക്കാർ എന്ന് പറഞ്ഞാൽ നരകത്തിലെത്തിക്കുക മാത്രമല്ല മൂപ്പരുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ മൂപ്പര് നിയത്താക്കിയിട്ടുള്ളത് നമ്മുടെ ദുനിയാവും തകർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദുനിയാവിലെ എല്ലാ നന്മകളും ഈ നേരം വെളുത്താൽ നബി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഈ സമുദായത്തിന്റെ, എൻ്റെ ഉമ്മത്തിന്റെ പ്രഭാതങ്ങളിൽ അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണമേ എന്ന്. അല്ലാഹുമ്മ ബാരിക് ഫി ബുഖൂരിൽ ഉമ്മ എന്നാണ് ആ പ്രാർത്ഥന എന്ന് എൻ്റെ ഓർമ്മ. എൻ്റെ ഉമ്മത്തിന്റെ പ്രഭാതങ്ങളിൽ അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം. അപ്പൊ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റാൽ നമുക്ക് മറ്റു സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് കച്ചവടക്കാരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർക്ക് കുറച്ച് നേരത്തെ ഉണർന്നാൽ സാധാരണ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഓർമ്മ വെക്കാനൊക്കെ സാധിക്കും. അല്ല, കച്ചവടക്കാർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണത്. എന്നാൽ ആ സമയം നമ്മളോട് കിടന്നുറങ്ങാൻ പറയും. തിന്മയൊന്നും ചെയ്യിക്കൂല, വെറുതെ കിടന്നുറങ്ങിക്കോളാൻ പറയും. എന്ന് പറഞ്ഞാൽ ആ ദുനിയാവിൽ നമുക്ക് കിട്ടാനുണ്ടാവുന്ന ഐശ്വര്യം, ബർക്കത്തുണ്ടല്ലോ, അതുപോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഖന്നാസായ ഇബ്ലീസ് അല്ലെങ്കിൽ ശൈത്താൻ നടത്തുന്നത്. അങ്ങനെയുള്ള നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ അനേകം ഉപദ്രവങ്ങൾ ഈ പുള്ളിക്കാരുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വസ്വാസിൽ ഒതുങ്ങും കേട്ടോ. അനേകം ഉപദ്രവം എന്നത് ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ആയ ഈ തകരാറുകളും രോഗങ്ങളും ഒന്നുമല്ല. അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയേക്കുക. ഒരു കഴിവും അള്ളാഹു കൊടുത്തിട്ടില്ല. കൊടുത്തെങ്കിൽ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നേനെ. ഈ പ്രാർത്ഥനയിലെങ്കിലും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നേനെ അവൻ ഉണ്ടാക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും എന്ന്. ഇല്ല, വസ്വാസ് മാത്രമേ അവൻ ഉണ്ടാക്കുന്നുള്ളൂ. ദുർമന്ത്രണങ്ങൾ, ദുർബോധനങ്ങൾ. ഖുൽ, പറയുക നബിയെ, അഊദു, ഞാൻ രക്ഷ തേടുന്നു, ബി റബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബിനോട്, രക്ഷിതാവിനോട്, മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്, ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനോട്. എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്? മിൻ ശർരി, ഉപദ്രവത്തിൽ നിന്ന്. എന്തിന്റെ ഉപദ്രവാണ്? അൽ വസ്വാസ്, ദുർമന്ത്രണത്തിന്റെ, ദുർബോധനത്തിന്റെ. ആരുടെ? അൽ ഖന്നാസ്, കുസൃതിക്കാരന്റെ, പിന്മാറ്റക്കാരന്റെ, ഇബ്ലീസിന്റെ എന്ന് പറയാം. ശൈത്താന്റെ വസ്വാസിന്റെ ഷർറിൽ നിന്നാണ് ഞാൻ അള്ളാഹുവോട് ശരണം തേടുന്നത്. അല്ലദീ യുവസ്വിസു, അതായത് അവൻ ദുർമന്ത്രണം നടത്തുന്നു, ഫി സുദൂരിന്നാസ്, മനുഷ്യരുടെ നെഞ്ചുകളിൽ, ഹൃദയങ്ങളിൽ. അങ്ങനെ ഉള്ള ഖന്നാസുകൾ മിനൽ ജിന്നതി വന്നാസ്, എവിടെ കൊണ്ട്? ജിന്നുകളിലും മനുഷ്യരിലും ഉണ്ട്. അപ്പോൾ ജിന്നുകളിൽ നിന്നും മനുഷ്യ മനസ്സുകളിൽ ദുർമന്ത്രണം നടത്തുന്ന ദുർമന്ത്രണക്കാരന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട്, മനുഷ്യരുടെ ആരാധ്യനും മനുഷ്യരുടെ രാജാവും മനുഷ്യരുടെ രക്ഷിതാവുമായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. ആ അവസാനത്തെ ആദ്യത്തിലേക്ക് അർത്ഥം പറഞ്ഞു വന്നാൽ വളരെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മളെ സമയമായിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വരും. കാരണം ഇശാ നമസ്കാരം ഇപ്പോൾ വൈകിയാ തീരുന്നത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.